ഹലോ ഗൈസ്, ജസ ഇഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളൊരു കല്യാണം കഴിഞ്ഞ് വരുന്നവർക്ക് ഫറോക്കുള്ളൊരു പുതിയ പാലത്തിൻ്റെ പുതിയൊരു പാർക്ക് തുടങ്ങിയിരുന്നു. അപ്പോൾ അവിടെ പോകണം വെച്ച് കുറേ ദിവസമായപ്പം പോയതായിരുന്നു. അപ്പോൾ റിവർ വേൾഡ് എന്ന് പറഞ്ഞാണ് പാർക്ക് വരുന്നത്. അപ്പോൾ ഞങ്ങൾ കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ലൊരു വൈബാണ് ഫീൽ ചെയ്ത്. ഇത് കയറിയപ്പോൾ തന്നെ ഇങ്ങനെ ജീപ്പ് ഓടിക്കുന്നപ്പോൾ ജെസ്സി ഷാനും വേഗം അതിൽ കയറി. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എന്താ വെച്ചാൽ 100 രൂപ 2 കുട്ടികൾക്ക് 2 റൗണ്ട് അടിക്കുന്നതാണ്. എന്തായാലും വേണ്ടിയില്ല, കയറട്ടെ വെച്ചിട്ട് അവർ കയറി. പിന്നെ മക്കൾക്ക് കളിക്കുന്ന കുറച്ച് ഐറ്റംസ് കാര്യങ്ങളുണ്ടായിരുന്നു അവിടെ. ഇങ്ങനെ ബോട്ടിങ്ങും പിന്നെ തോണിയിൽ അങ്ങനെ ഇതാക്കണം. അതൊക്കെ ഞാൻ വലിയ ആൾക്കാരത്തെ കണ്ടിട്ടുണ്ട്. കുട്ടികൾ യന്ത്രൂഞ്ഞാല പോലത്തതാണ് കാരണങ്ങളൊക്കെ കിഡ്സിനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. സാധാരണ എവിടെയെങ്കിലും പോയിക്കാണെങ്കിൽ മക്കൾക്ക് കഴിയില്ലല്ലോ, അങ്ങനത്തെ വലിയ യന്ത്രൂഞ്ഞാലൊക്കെ അല്ലേ ഉണ്ടാവുക. പിന്നെ ഇങ്ങനെ ഒലിയണതും പിന്നെ ചാടി കളിക്കുന്ന അങ്ങനെ കുറച്ച് ഐറ്റംസ് കിഡ്സിനുള്ളതും, പിന്നെ വലിയ കുട്ടികൾക്ക് ഒരു ഇടത്തരം കുട്ടികൾക്ക് പറ്റിയ പിന്നെ വലിയ ആൾക്കാർക്ക് ഗ്രൂപ്പ് വേയും പിന്നെ ഇങ്ങനെ കയറുന്നതും 12D തിയേറ്ററും പിന്നെ ബോട്ടിങ്ങും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഈ പാർക്കിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പോവുക. ഫറോക്ക് പുതിയ പാലത്തിൻ്റെ അടുത്താണ്. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. എല്ലാവർക്കും ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. എല്ലാ റൈഡിൻ്റെയും ഡീറ്റെയിൽസ് ഫുള്ള് അവിടെ മേലെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കഫേ പോലത്തെ ഒരു ഇത് മേലെയുണ്ട്, ജ്യൂസും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റുന്നു. പിന്നെ റെസ്റ്റോറൻറ്റ് ചെറുതായിട്ട് ലൈറ്റ് ഫുഡ് കഴിക്കുന്നവർക്ക് കയറി വരുന്നവിടെ തന്നെ ഉണ്ട്. വെള്ളം കാര്യങ്ങളൊക്കെ ഒന്നിനും പുറത്ത് പോകേണ്ട, എല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജസമോൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് ഇവിടെയാണ്. നമ്മൾ വന്നപ്പോൾ തന്നെ നല്ലൊരു ഇത് പാറ പോലത്തെ കണ്ടപ്പോൾ അതിൽ കയറണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വന്നപ്പോൾ ഇവിടെ കയറാൻ പറ്റില്ല. അവിടെ ഒരു ബർത്ത്ഡേ പാർട്ടി പോലെ അവർ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരത് കഴിഞ്ഞതിന് ശേഷമാണ് ജസമ്മ കൂടെ കയറാൻ പറ്റിയത്. ഓൾ അവിടേക്ക് കയറിയും ഒലിഞ്ഞും ഇങ്ങനെ കുറേ നേരം കളിച്ച് അങ്ങനെ അവൾ മേലെ വരെ പോവും, പിന്നെ ഒലിഞ്ഞ് താഴത്തേക്ക് വരും. അങ്ങനെ ഒരുപാട് നേരം അവൾ അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുഴയിലെ കുറേ അങ്ങോട്ട് നടക്കും. പിന്നെ ഈ ലൈറ്റിൻ്റെ ഇതിൽ വെള്ളം വരും തോന്നുന്നുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ട് ആയതുകൊണ്ടായിരിക്കും വെള്ളം അതിൽ വന്നിട്ടില്ല. അപ്പോൾ അതിൽ ഇറങ്ങി കളിച്ചിട്ടായിരുന്നു കുറേ നേരം. എന്തായാലും അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല, പിന്നെ അതുപോലെ മേലെ കയറി ഇരിക്കുക എന്നിട്ടിങ്ങനെ വ്യൂ കാണാനൊക്കെ നല്ലൊരു പീസ്ഫുൾ അന്തരീക്ഷം ഫീൽ ചെയ്തത്. അപ്പോൾ എല്ലാവരും പോവുക. ഈ ഫറോക്ക് പുതിയ പാലത്തിൻ്റെ അടുത്താണ് വരുന്നത്. അപ്പോൾ എല്ലാവരും പോയി കാണുക. റിവർ വേൾഡ് എന്ന് പറഞ്ഞ പാർക്കിൽ പോവുക. നല്ലൊരു അന്തരീക്ഷമാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നത്. നമ്മളെ ഫറോക്ക് തന്നെയാണ് പുതിയ പാലത്തിൻ്റെ അടുത്ത്. പുതിയ പാലത്ത് ടെസ്റ്റ് ചെയ്തിട്ടാണോ നമ്മൾ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ പോവുക. അപ്പം പോയി വരുന്ന വഴിക്കാണെങ്കിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ സൗകര്യം പോലെ ഈ പാർക്കിലൊന്ന് കയറുക. മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാവും. ഒരുപാട് കളിക്കുന്ന സംഭവങ്ങളുണ്ട്, അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ഇപ്പോൾ ഇതിലൊക്കെ കയറാൻ എത്ര രൂപ വെച്ചപ്പോൾ 40 രൂപയാണ് വരുന്നത് ഒരു കുട്ടിക്ക്. പിന്നെ കോംബോ ഓഫർ ഉണ്ട് വെച്ചപ്പോൾ 120 കോംബോ ഓഫർ ഉണ്ടായിരുന്നു. അത് ഒരു കുട്ടിക്ക് 4 റൈഡിൽ കയറാം. അങ്ങനെ ജെസ്സി ഷാനും ആ ഒലിയുന്നതിലും ഈ യന്ത്രൂഞ്ഞാലിലും പിന്നെ തോണി പോലത്തേലും പിന്നെ എയറോപ്ലെയിനിലും കയറി. എന്തായാലും അവർക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ജെസ്സിക്ക് ഷാനും ഇത് ഒരുപാട് ഇഷ്ടമായിരുന്നു. പിന്നെ ആ തോണി പോയി ഞങ്ങൾ ഇടിച്ച് കരയാണെന്ന് വെച്ചാൽ എല്ലാ ഷാനൂസ് എൻജോയ് ചെയ്യുക ചെയ്ത്, എല്ലാം എൻജോയ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാവും. എല്ലാവരും പോയി കാണാൻ. നമ്മളെ ഫറോക്ക് തന്നെയാണ് തൊട്ടടുത്തായിട്ട് ഞാനിപ്പോഴാണ് പോയത്. എന്തായാലും നല്ലൊരു വൈബാണ് ഫീൽ ചെയ്തത്. ഇതിങ്ങനെ പണി നടക്കുന്ന കാണലുണ്ട് പോകുമ്പോൾ. അപ്പോൾ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും പോവുക, കാണാം, മക്കളെല്ലാത്തിനും കയറ്റുക. വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാവും. ജെസ്സി ഷാൻ അവിടെ നിന്ന് കൂടെ വരാൻ എന്നെ കൂട്ടാക്കിയിട്ടില്ല. ഒരുപാട് കളിക്കുന്നുണ്ടായിട്ട് പിന്നെ ഓടി നടക്കാനുള്ള സൗകര്യമുണ്ട്, കളിക്കാനുള്ളതും ഉണ്ടായിരുന്നു. പിന്നെ പുഴയിലേക്ക് നല്ല വ്യൂ ചെയ്തിട്ട് നിൽക്കാം. അങ്ങനെ നല്ലൊരു പ്ലേസ് ആയിട്ടാണ് ഫീൽ ചെയ്തത് ഞങ്ങൾക്ക്. ഉമ്മയും എളാമയുണ്ടായിരുന്നപ്പോൾ അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ കാറ്റും കൊണ്ടിരിക്കുക. അപ്പോൾ വൈകിട്ടൊക്കെ ഇറങ്ങുമ്പോൾ എല്ലാവരെയും കൂട്ടി ഇറങ്ങുക, വീട്ടിലുള്ള എല്ലാവരും കൂട്ടി ഇറങ്ങുമ്പോൾ അവർക്ക് അവിടെ ഇരിക്കാനും മക്കൾക്ക് കളിക്കാനും അങ്ങനെ ഒരു നല്ലൊരു അന്തരീക്ഷം നിങ്ങൾക്കും ഫീൽ ചെയ്യുമ്പോൾ നിങ്ങളും പോവാം. പുതിയ പാലത്തിൻ്റെ അടുത്താണ് ഈ പാർക്ക് വരുന്നത്. അപ്പോൾ എല്ലാവരും കയറുക, കാണാം.
പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് ബോട്ടിങ് വരുന്നത്. റൂഫ് വേ അതിൻ്റെ മേൽക്കൂടിയാണ്. ബോട്ടിങ്ങിലൊക്കെ പോകുമ്പോൾ നല്ല സൂപ്പറായിട്ട് കാണുമ്പോൾ തന്നെ നല്ല സൂപ്പറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കയറിയാൽ അത് മറ്റൊരു ഫീൽ തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ചൂസ് ചെയ്യുക.